പ്രേക്ഷകരെ ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി കടക്കുന്നു. ലക്ഷ്യത്തിലെത്തി ആദിത്യ. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. 4 മാസം നീണ്ട യാത്രക്കൊടുവിലാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ ആദിത്യ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ആദിത്യയുടെ വിജയം പങ്കുവച്ചത്. 5 വർഷവും 2 മാസവും നീളുന്ന സൗരപഠനമാണ് ആദിത്യയുടെ ദൗത്യം. സൂര്യനെക്കുറിച്ചറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെ ഹാലോ ഓർബിറ്റിൽ ആദിത്യ എത്തി. സൂര്യനെക്കുറിച്ചും ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചുമുള്ള കൗതുകങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആദിത്യ കണ്ടെത്തും. പേടകത്തിലുള്ള 7-ൽ 4 പേലോഡുകളും സൂര്യനെക്കുറിച്ച് നേരിട്ട് പഠിക്കും. ബാക്കിയുള്ള 3 ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചാണ് പഠനം നടത്തുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാത വിട്ട ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ലഗ്രാഞ്ച് 1 പോയിന്റിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ ആദിത്യയ്ക്ക് സൂര്യനെ പഠിക്കാനാകും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. 24 ചെന്നൈ. കൂടുതൽ വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, വലിയൊരു ദൗത്യം, നീണ്ട യാത്രയായിരുന്നു. അത് വിജയകരമായി ലഗ്രാഞ്ച് പോയിന്റ് 1-ലേക്ക് എത്തുന്നു. അവിടെ ഇനി മുന്നിൽ പല തലത്തിലുള്ള പഠനമുണ്ട്. സൂര്യനെക്കുറിച്ചുള്ള പഠനം, ഒപ്പം ഈ ലഗ്രാഞ്ച് പോയിന്റ് 1 അത് സവിശേഷമായ ഒരു ഇടമാണ്. അവിടത്തെക്കുറിച്ചുള്ള പഠനം, ലോകം ഉറ്റുനോക്കുന്ന വിവരങ്ങളായിരിക്കില്ലേ പുറത്തു വരിക? ഗൂഗിൾ തീർച്ചയായും. കാരണം ഒരു അഭിമാന ദൗത്യം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ത്യ ISRO എന്ന് തന്നെ പറയണം. കാരണം അത് വളരെ സങ്കീർണമായ, അല്പസമയം മുമ്പ് ISROയുടെ ചെയർമാൻ S സോമനാഥ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു. അതിനെ വെല്ലുവിളി എന്ന് പറയുന്നില്ല. കാരണം വെല്ലുവിളികൾ എന്നും ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ, അതിനെ മറികടക്കാനുള്ള ആത്മവിശ്വാസം എല്ലാം തന്നെ ശാസ്ത്രജ്ഞർക്കുണ്ട്. അപ്പോൾ അതിനെ വെല്ലുവിളി എന്ന് പറയുന്നില്ല. പക്ഷേ അതിസങ്കീർണമായ ഒരു ദൗത്യം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത്. പേലോഡുകളിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അഭിനന്ദനം അറിയിച്ചു. അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും എന്തായാലും ഡോക്ടർ S സോമനാഥ് പറയുന്നു. അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ സൂര്യനിൽ നിന്നുള്ള കൗതുകങ്ങൾ, സൂര്യന്റെ വിശദാംശങ്ങൾ, സൂര്യന്റെ വിവരങ്ങളെല്ലാം തന്നെ, പഠന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും 5 വർഷവും 2 മാസവും നീളുന്ന ഒരു വലിയ ദൈർഘ്യമേറിയ പഠനം തന്നെയാണ്. ഈ യാത്ര പോലെ തന്നെ 4 മാസം നീണ്ട യാത്ര പോലെ തന്നെ ദൈർഘ്യമേറിയ പഠനമാണ്. 5 വർഷം അതുപോലെ തന്നെ 2 മാസം, അങ്ങനെ വളരെ ദൈർഘ്യമേറിയ ഒരു പഠനത്തിനാണ് ആദിത്യ L1 എന്തായാലും ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് 7 പേലോഡുകൾ അതിലുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് 4 പേലോഡുകൾ കൃത്യമായി തന്നെ സൂര്യനെ കുറിച്ച് മാത്രമാണ് പഠിക്കുക. മാത്രമല്ല, ബാക്കി വരുന്ന 3 പേലോഡുകൾ ഈ ലഗ്രാഞ്ച് പോയിന്റ്, ആ പോയിന്റിനെ കുറിച്ച് പഠിക്കും. കാരണം വരും സൗര ദൗത്യങ്ങൾക്ക് ഈ ലഗ്രാഞ്ച് പോയിന്റിനെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ആ പഠനം കൊണ്ട് എന്തായാലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പഠനവും നടക്കും. വരും ദിവസങ്ങളിൽ എന്തായാലും സൂര്യന്റെ കൗതുകങ്ങൾ എന്തായാലും പുറത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ അഭിമാന ദൗത്യം പൂർത്തീകരിച്ചു. അത് സങ്കീർണമായ ദൗത്യമായിരുന്നു എന്നുള്ളതാണ് ISRO ചെയർമാൻ എന്തായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഗോകുൽ. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനൊപ്പം വരുംകാല സൗരദൗത്യങ്ങൾക്കുള്ള ഒരു തറക്കല്ലിടൽ, ഒരു ബിഗ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൂടിയാണ് ISROയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിജയത്തിന്റെ ജൈത്രയാത്ര അങ്ങനെ തുടരുകയാണ് ISRO പുതുവർഷത്തിലും. ഇനി വണ്ടിപ്പെരിയാർ സംഭവത്തിലേക്കാണ്. വണ്ടിപ്പെരിയാർ കേസിൽ വീണ്ടും ക്രൂരത. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പാൽരാജ് പോലീസ് പിടിയിൽ. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. ഇയാളെ സംരക്ഷിക്കാൻ CPIM ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും കുത്തേറ്റ ഇരുവരെയും നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഇവൻ പോക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തുവാണ്.
സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പീരുമേട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾ CPIMന്റെ പാർട്ടി ഓഫീസിൽ കയറിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുത്തേറ്റ് കഴിഞ്ഞ് നേരെ ആള് ഓടിപ്പോയി നേരെ CPIMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യുപിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ. പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. മകളെ മാപ്പ് എന്ന പേരിൽ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് നാളെ സ്ത്രീജ്വാല സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 ഇടുക്കി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, വലിയ നീതി നിഷേധത്തിന്റെ വേദനയുണ്ട് അവർക്ക്. അതിനുശേഷവും അവർ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു ആ കുടുംബം. അവിടെയാണ് സൂര്യജീവിതം പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും ഈ കുടുംബത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് എന്തെങ്കിലും പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? ഒപ്പം ഈ ആക്രമണത്തിലേക്ക് നയിച്ച വാക്കുതർക്കം അതെന്തായിരുന്നു? ഗോകുൽ, സുരക്ഷയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പാണ്. പക്ഷെ അത്തരത്തിലൊരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഉപരോധം തുടരും എന്നുള്ളതാണ് പ്രവർത്തകർ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റത്. അതായത് ഈ പ്രതിയായിരുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതനായ അർജുന്റെ പിതൃ സഹോദരൻ പാൽരാജാണ് ഇവരെ കുത്തിയത്. ഇരുവരുമായി ബന്ധപ്പെട്ട പെട്ടെന്നുണ്ടായ തർക്കം, ആ തർക്കത്തിൽ നിന്ന് പ്രകോപിതനായാണ് ഈ പാൽരാജ് ഇവരെ കുത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരു തരത്തിലുള്ള ആസൂത്രണവും ഉണ്ടായില്ല. അവിടെ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഈ കുത്തിയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സംശയിച്ചിരുന്നത് ഈ കേസ് വീണ്ടും സജീവമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണോ ഈ ആക്രമണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം എന്നുള്ള കാര്യങ്ങളെല്ലാം സംശയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആസൂത്രണം ഇതിലില്ല. പക്ഷേ ഈ വിഷയം തന്നെ സംസാരിച്ചതിനെ തുടർന്നാണ് ഈ തർക്കം ഉണ്ടാവുകയും ഇത് ഈ ആക്രമണത്തിലേക്ക് പോവുകയും ചെയ്തത്. നിലവിൽ ഇരുവരെയും മെഡിക്കൽ കോളേജിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരും പോലീസും വലിയ പരാജയമാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതാണ്. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. അത്തരം വിമർശനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുടരും. നാളെ വണ്ടിപ്പെരിയാറിൽ സ്ത്രീജ്വാല നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മകളെ മാപ്പ് എന്ന പേരിൽ നടത്തുന്ന പരിപാടി AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഈ കുടുംബത്തിന് എതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗോകുൽ, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. അത്തരത്തിൽ ഒരു ഇരയുടെ കുടുംബത്തെ അങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. അവർക്ക് സുരക്ഷ ഒഴുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാവുന്നില്ല എന്നത് നേരത്തെ തന്നെ പ്രതിക്കൂട്ടിലായ പ്രോസിക്യൂഷനും പോലീസിനും വീണ്ടും അവർക്ക് ലജ്ജാകരമായൊരു സംഭവമാണ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിനും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ. ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് MM മണി രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി MM മണി MLA. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4ാം തരത്തിലെ 5ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഏതായാലും ഗവർണർ സൃഷ്ടിച്ച പ്രതിസന്ധികൾ അങ്ങനെ നിൽക്കുകയാണ്. ബില്ലുകളിൽ ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ല. എങ്കിൽ പോലും നയപ്രഖ്യാപനം നടത്തുമെന്ന കാര്യം അദ്ദേഹം ഇന്ന് പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തു. എന്നിട്ടും LDFO CPMO പിന്നോട്ടില്ല, പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. SFI ഇന്നും കരികൊടി കാണിക്കുന്നു. ഇടുക്കിയിലാണെങ്കിൽ ഹർത്താലും പ്രഖ്യാപിക്കുന്നു. ഏറ്റുമുട്ടൽ അങ്ങനെ തുടരുമെന്ന സൂചനയാണോ LDF നൽകുന്നത്? ഗോകുൽ, ബില്ലുകളിൽ ഒപ്പിടാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറുമായി ഒരു തരത്തിലുള്ള സഹകരണവും വേണ്ടെന്നാണ് LDF തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ എത്തുമ്പോൾ ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതിയോട് സർക്കാർ LDF ആവശ്യപ്പെട്ടു. പക്ഷേ അവർ പിന്മാറില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ജില്ലയിൽ LDF ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ ഗവർണറെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച ഗവർണറെ പ്രതിരോധത്തിലാക്കാനാണ് LDFന്റെ തീരുമാനം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഗവർണറുമായിട്ട് മുന്നണി തയ്യാറല്ല. ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ SFI നടത്തിയ പ്രതിഷേധം പോലും ഇതിന്റെ ഭാഗമായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗവർണർക്കെതിരെ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊടുന്നനെയാണ് ഇന്ന് പട്ടത്ത് ഗവർണർക്ക് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനെത്തുന്നത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് LDFന്റെ കൂടി CPMന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. CPMഉം LDFും ഗവർണറെ പ്രതിരോധത്തിലാക്കാൻ നോക്കുമ്പോഴും സഹകരിക്കില്ലെന്ന നിലപാടെടുക്കുമ്പോഴും ഗവർണർ കൃത്യമായി നയപ്രഖ്യാപന പ്രസംഗം അടക്കം നടത്തും, തന്റെ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുമെന്ന നിലപാടാണ്. ഇതിന് പിന്നിൽ ഗവർണർക്ക് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത്തരത്തിൽ നയപ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ സർക്കാർ എഴുതി നൽകിയതെല്ലാം വായിക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ അതിനെതിരെ വിയോജിപ്പടക്കം രേഖപ്പെടുത്തി തന്റെ വിയോജിപ്പ് സഭയിൽ തന്നെ അറിയിക്കാനുള്ള ഒരു നീക്കവും ഗവർണർ നടത്തുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായാണ് ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. എന്തായാലും സർക്കാർ ഗവർണർ പോര് തുടരുക തന്നെയാണ് ഗോകുൽ. ശരി, നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോഴും സർക്കാർ അയയുന്നില്ല, LDF അയയുന്നില്ല, CPM പിന്നോട്ടില്ല. ഗവർണർ ഇടുക്കിയിലെത്തുന്ന തൊടുപുഴയിലെത്തുന്ന ചൊവ്വാഴ്ച അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. ഓർഡിനൻസിൽ ഒപ്പിടാത്തതിൽ അത് തിരുത്തുന്നതുവരെ, ആ നിലപാട് തിരുത്തുന്നതുവരെ പിന്നോട്ടില്ല, ഒരു സന്ധിക്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനില്ല എന്നതാണ് LDFന്റെയും CPIMന്റെയും നിലപാട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സംസ്ഥാന സർക്കാർ. ഇതിനുള്ള മേഖലകൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അടുത്ത ബജറ്റിന് മുന്നോടിയായി വിഭവ സമാഹരണത്തിനുള്ള മേഖലകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അവസാന പാദത്തിലും കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം 5600 കോടി വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും കേന്ദ്രവിഹിതം വൻതോതിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. GST നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്ന് ഇതിനായി പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നു. സാമൂഹിക മേഖലകളിൽ ചിലവ് കൂടുതലാണ്. അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല. ഈ സാഹചര്യത്തിലാണ് വിഭവ സമാഹരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ 14 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ CP ചന്ദ്രശേഖർ, ഡോക്ടർ ഇന്ദിര രാജാരാമൻ, ഡോക്ടർ പിനാക്കി ചക്രബർത്തി, ഡോക്ടർ അമിത്ഷാ ഗോയൽ തുടങ്ങിയ ദേശീയ തലത്തിലെ സാമ്പത്തിക വിദഗ്ധരും ഇതിൽ അംഗങ്ങളാണ്. ഇതിനിടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലും കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. കേരളം ആവശ്യപ്പെട്ട 7437.61 കോടിയിൽ 1838 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതോടെ സംസ്ഥാനത്തിന്റെ അവസാന പാദ പ്രവർത്തനങ്ങളും വർഷാന്ത്യ ചെലവുകളും അവതാളത്തിലാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ ആൻസർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, അധിക വിഭവ സമാഹരണം, കൂട്ടാവുന്ന നിരക്കുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞു. ഇനി ബജറ്റിൽ അങ്ങനെ എന്തെങ്കിലും നികുതി വർധനയൊക്കെ പ്രഖ്യാപിച്ചാൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയി വലിയ പ്രതിഷേധം, അത് വലിയ തിരിച്ചടി ഉണ്ടാകും തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി നടക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ. അതുകൊണ്ട് തന്നെ അത് സാധ്യതയില്ല. വിഭവ സമാഹരണത്തിനുള്ള വഴി സകലതും തേടുകയാണ് സർക്കാർ. അതിനിടയിൽ അവസാനം വരുന്ന കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം ഇരട്ടി പ്രഹരമല്ലേ? പ്രത്യേകിച്ച് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മാർച്ചിലേക്കൊക്കെ അടുക്കുമ്പോൾ സർക്കാർ നട്ടം തിരിയില്ലേ ഈ സാഹചര്യത്തിൽ?
ഗോകുൽ, സർക്കാർ നട്ടം തിരിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അത് വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഈ കേന്ദ്ര വിഹിതം കൂടി വൻതോതിൽ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ സർക്കാർ നട്ടം തിരിയുന്നെന്ന് തന്നെ പറയണം. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ GST നടപ്പിലാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്നാണ് ഇതിനായി പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ സാമൂഹിക മേഖലയിലുള്ള ചെലവ് അത് കൂടുതലാണ്. ഒപ്പം അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നോടിയായുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിഭവ സമാഹരണത്തിനായി ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു 14-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഈ വിദഗ്ധ സമിതിയിൽ ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നുൾപ്പെടെയുള്ള പ്രൊഫസർമാരുൾപ്പെടെ ഈ സമിതിയിലുണ്ട്. ഈ സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി തന്നെ ഒരു ഇടപെടൽ ഇനി നടത്തേണ്ടി വരും. കാര്യം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഒപ്പം ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഭാഗത്തിലും കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. ആ സാഹചര്യത്തിലും സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേരളം ആവശ്യപ്പെട്ട 7,437.61 കോടിയിൽ ആകെ 1,838 കോടി മാത്രമാണ് ഇതുവരെ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് അവതാളത്തിലാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഗോകുൽ, തീർച്ചയായും ഇനി അടുത്ത ബജറ്റിന് വരുമാനം എവിടെ നിന്ന് കണ്ടെത്തും എന്നത് വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽ 5,600 കോടിയുടെ വലിയ കുറവാണ്, വെട്ടിക്കുറയ്ക്കലാണ് കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അതോടുകൂടി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. ഇഡിക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗാൾ കലുഷിതം. പശ്ചിമബംഗാൾ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസികൾക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഇഡിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗവർണർ CV ആനന്ദബോസ് പ്രതികരിച്ചു. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തെയാണ് നാട്ടുകാർ മർദ്ദിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരിശോധനയ്ക്കായി EDക്കൊപ്പം കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പ്രതികരിച്ചു. The ghastly incident reported from Sandeshkhadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് കോൺഗ്രസും BJPയും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCCയുടെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളി. ED ഉദ്യോഗസ്ഥർ തെരുവിൽ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. लेकिन BJP पार्टी वो भी चुप्पी साधे हैं, कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है, क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി തള്ളി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തൃണമൂലിനെതിരായ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക രേഖപ്പെടുത്തിയ BJP കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 24 ഡൽഹി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഏതായാലും വീണ്ടും ബംഗാളിൽ ഒരു
ദേശീയ അന്വേഷണ ഏജൻസിയും സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ TMC തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും അതിനൊരു കളമൊരുങ്ങുകയാണ്. ഇത്തവണ അത് ഒരുപക്ഷെ പരിധി വിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക്, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഏത് തരത്തിലായിരിക്കും ഇനി EDയുടെ നീക്കങ്ങൾ? ഒപ്പം മമതയും തൃണമൂൽ കോൺഗ്രസും അതിനെ എങ്ങനെ പ്രതിരോധിക്കും? പ്രത്യേകിച്ച് ബംഗാൾ PCC വരെ ഈ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ അല്പം കൂടി മയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള വിഷയമാണ്, അതാണ് അധിർ രഞ്ജൻ ചൗധരി ഉയർത്തിയത്. അത് അവിടെ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ളതായിരുന്നു KC വേണുഗോപാൽ പ്രതികരിച്ചത്. ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നയമല്ല എന്നാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം EDക്കെതിരായ ആക്രമണം സംസ്ഥാനത്തുണ്ടായതിന് പിന്നാലെ ഇടവേളകളില്ലാതെയാണ് കോൺഗ്രസ് തൃണമൂലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ BJPയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തൃണമൂലിന് നേരെ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നു എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്നത്. ഒപ്പം ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച മമത രാജിവെക്കണമെന്നൊരു ആവശ്യം BJP ഉയർത്തുന്നു. അതേസമയത്ത് കോൺഗ്രസ് ഉയർത്തുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം. മോദിയും ദീദിയും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. ആ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ധൈര്യപ്പെടാത്തതെന്നുമാണ് ഇന്ന് അധിർ രഞ്ജൻ ചൗധരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി ഈ EDയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടിയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ മുൻ മുനിസിപ്പാലിറ്റി ചെയർമാനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് ED പുറത്തിറക്കുകയുണ്ടായി. അത് വിമാനത്താവളങ്ങൾക്കും DSFനും കൈമാറി. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര പോലീസ് സേനയുടെ സഹായത്തോടു കൂടി ഇനി പരിശോധനകൾ തുടരാം. ഇതിന് കൂടുതൽ സേനയുടെ സഹായം ഉറപ്പാക്കും. ഒപ്പം തന്നെ നിലവിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗവർണർ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിലും ആരും തന്നെ ഹാജരായിട്ടില്ല. അത്തരമൊരു പ്രതിസന്ധി കൂടി സംസ്ഥാനം തുടരുന്നുണ്ട്. എന്തായാലും തൃണമൂലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഗോകുൽ, ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബംഗാളിൽ ED തൃണമൂൽ കോൺഗ്രസ് പോര്, അത് തർക്കം, അത് കയ്യാങ്കളിലേക്ക് കടന്നു. ഇനി EDയുടെ നടപടികൾ അവർ കടുപ്പിക്കുകയാണ്, പിന്നോട്ടില്ല എന്ന് TMCയും പ്രഖ്യാപിക്കുന്നു. അത് ഇന്ത്യ മുന്നണിയിൽ കൂടി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, അധിർ രഞ്ജൻ ചൗധരിയുടെ ഭാഗത്തുനിന്നൊക്കെ വരുന്ന പ്രതികരണങ്ങൾ. തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ED സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമെന്നും തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ED പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ED സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇത് നോക്കുമ്പോ മെയിലിൽ വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്ത് എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് EDയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ED. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തമിഴ്നാട് നീലഗിരിയിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നു. അമ്മയോടൊപ്പം പോകുമ്പോഴായിരുന്നു സംഭവം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ഈ പ്രദേശത്ത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവും ഒക്കെ ഉള്ളൊരു ഇടമാണോ? എന്താണ് സംഭവിച്ചത്?
ഗോകുൽ, കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ പുലിയുടെ ആക്രമണം വ്യാപകമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ 4 യുവതികളെയും ഒരു പെൺകുട്ടിയെയും ഒക്കെ പുലി ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട ഉൾപ്പെടെ 2 മരണവും കൊല്ലപ്പെട്ടവും 2 കുട്ടികൾ, ഒരു യുവതിയും ഒരു പെൺകുട്ടിയും ഇപ്പോൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർത്തുകയും പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാമെന്ന ഉറപ്പ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇന്നിപ്പോൾ അമ്മയോടൊപ്പം നടന്നു പോവുകയായിരുന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു നീലഗിരിയിൽ എന്നുള്ളതാണ്. നീലഗിരി പന്തല്ലൂർ മേഖലയിലാണ്. പന്തല്ലൂരിലെ തൊണ്ടിയാളം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ഇപ്പോൾ ആക്രമണം നടന്നത്. അത് ഈ കുട്ടി അതിഥി തൊഴിലാളികളുടെ മകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയും മകളും ചേർന്ന് തേയിലത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം. അതായത് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പുലി ഇവിടെയുണ്ട്, പക്ഷേ ഇതിനെ സ്പോട്ട് ചെയ്യാനോ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നൊരു വലിയ പരാതിയും എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. 10 ദിവസത്തിനിടെ 6 പേരെ പുലി ആക്രമിക്കുന്നു. ഒരു യുവതിയും കുഞ്ഞും കൊല്ലപ്പെടുന്ന നിലയിലേക്ക് വരെയാണ് അവിടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഗോകുൽ, ശരി, നീലഗിരിയിലേതായാലും സ്വൈര്യജീവിതത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കുന്നതാണ് പുലിയുടെ ആക്രമണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പുലിഭീതിയിലാണ്. ഇന്ന് 3 വയസ്സുകാരിയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളുമായി പ്രത്യേക വാർത്താ ബുള്ളറ്റിനാണ് കലക്കൻ കൊല്ലവുമായി അനുജ രാജേഷ് ചേരും.